1 മിനിറ്റ് ടൈം ഫ്രെയിം മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു യൂറോസ്റ്റിയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ നോക്കാം. മാർക്കറ്റ് ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അതായത് ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ ആക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം സെല്ലേഴ്സ് പ്രഷർ കൊടുത്ത് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നു. പിന്നീട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈയിങ് പ്രഷർ കൊടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. മാർക്കറ്റ് മുകളിൽ പോയ ശേഷം ഈ ഒരു ലെവലിൽ ചെറുതായിട്ട്, അതായത് മൈനറായിട്ടൊരു റെസിസ്റ്റൻ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൈനറായിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. മാർക്കറ്റ് മുകളിലോട്ട് പോയ ശേഷം എന്താ സംഭവിച്ചത്, മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺസോൾട്ടേഷൻ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്താണ്, ഇതൊരു അപ് ട്രെൻഡാണ്. അതായത് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു, ഈ മൈനറായിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എന്തായിട്ട് ആക്ട് ചെയ്യും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ പിന്നീട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് പോവുകയും പിന്നീട് അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്ന് റെസിസ്റ്റൻ്റ് ഏരിയ മൈനറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ആവുകയും പിന്നീട് അവിടുന്ന് നമുക്ക് നല്ല രീതിയിലൊരു കൺഫർമേഷൻ കിട്ടി. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് നല്ല രീതിയിലൊരു കൺഫർമേഷൻ കിട്ടി. ആ ഒരു കൺഫർമേഷൻ നമ്മൾ എന്തായി, 1:2 റിസ്ക് റിവാർഡിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്തു, ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു.